നിയുക്ത മന്ത്രിമാരുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച നടന്നിരുന്നു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ. ആർക്കെ ഒരു വിരുന്ന് സൽക്കാരം, ഒരു ചായ വിരുന്ന് സൽക്കാരം എന്നതിനൊക്കെ അപ്പുറം അടുത്ത 5 വർഷം രാജ്യത്തെ ഭരിക്കേണ്ട അവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കാണല്ലോ കാണേണ്ടത്. അവിടെ ഒരു സൽക്കാരം മാത്രമാണോ, ചെറിയ കൂടിയാലോചനകളും ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടായോ ആർക്കെ? തീർച്ചയായിട്ടും അതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ അവിടെ ഛായ സൽക്കാരത്തിനെത്തിയ നിയുക്ത മന്ത്രിമാർക്ക് എങ്ങനെയായിരിക്കണം തൻ്റെ 3ാം മന്ത്രിസഭയുടെ കീഴിലെ നയപരിപാടികൾ നടപ്പാക്കേണ്ടത്, എങ്ങനെയാണ് മന്ത്രിമാർ പ്രവർത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചു നൽകുകയാണ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ നരേന്ദ്രമോദി പല ഘട്ടങ്ങളിലും പൂർണ്ണ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ഇതേപോലെയുള്ള ചില ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. അതിന് സമാനം എന്ന് തോന്നുന്ന വിധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന പേരുകാരെ വിളിച്ച് അവർക്ക് ഒരു ചായ സൽക്കാരം നടത്തുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇങ്ങനെയായിരിക്കും, മന്ത്രിസഭയുടെ പ്രവർത്തനം താൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ച് നൽകുന്ന വിധത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. നമുക്കതിൽ നിന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത കൂടിയാണ്. ഏതെങ്കിലും പേരുവിവരങ്ങൾ ഇതിനകം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, മറിച്ച് മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നതാണ്. പല പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും ഭാഗമായിരുന്ന മന്ത്രിമാർ ഇത്തവണയും ആ ചുമതലയിൽ തുടരും എന്നത് വ്യക്തമാക്കുന്നു ആ ദൃശ്യങ്ങൾ. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഒപ്പം പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കഴിഞ്ഞ സഭയിൽ മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ചവർ ഇത്തവണയും ഉണ്ടാകും. അതുകൂടാതെ ശിവരാജ് സിംഗ് ചൗഹാനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, മനോഹർലാൽ ഖട്ടറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരും എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് അവരുടെ ഒരു എണ്ണം കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് നിജപ്പെടുത്താൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ BJP നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് 55 മുതൽ 60 വരെ, ഏതാണ്ട് 57-നാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 57 എന്ന സംഖ്യ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അവർക്ക് വിശദീകരിച്ച് നൽകിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു, മന്ത്രിമാരാരാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു, അവരോട് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ ഉള്ള ആവശ്യവും നൽകിയിരിക്കുന്നു. സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം എത്തുന്ന മുറയ്ക്ക് പ്രധാനമന്ത്രി അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹവും പങ്കെടുക്കുന്നത്. ഹാഷ്മി, ആർ രാധാകൃഷ്ണൻ, 57 വരെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ഉണ്ടാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 7:15 തുടങ്ങാൻ പോകുന്നു. അതോ 57 പേരും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യോ എന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് അല്പസമയത്തിന് മുതൽ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മറ്റൊരാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ച് പിണറായി വിജയനും ഗീവർഗീസ് മാർ കൂർലോസിന് മറുപടി നൽകുന്നുണ്ട്. മൂലമ്പള്ളി ചെങ്ങറ സമരങ്ങളിൽ പോരാളിയായതാണ് വിവരദോഷമെന്ന് വേറൊരാളുടെ ഷിബി പീറ്റർ എന്നയാളുടെ കുറിപ്പിൽ പറയുന്നു. അത് പങ്കുവെക്കുകയാണ് കൂർലോസ് പിതാവ്. മെത്രാനായ ശേഷം ചുവപ്പ് ലോഹയിട്ട് കമ്മ്യൂണിസ്റ്റായി പ്രഖ്യാപിച്ചതാണ് വിവരദോഷം. അംബേദ്കറാണ് ഭാവി എന്ന് പ്രഖ്യാപിച്ചതാണ് വിവരദോഷം. യേശുവിനെ വിപ്ലവകാരിയായി CPM ചിത്രീകരിച്ചപ്പോൾ അനുകൂലിച്ചതാണ് വിവരദോഷം. അത് പിണറായിയും ഇടതുപക്ഷവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നു. പിണറായി വിവരദോഷി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കൂർലോസും പിണറായിയും തമ്മിലുള്ള വിവര ദൂരമാണ് കാണിക്കുന്നത് എന്നൊക്കെ ഷിബി പീറ്റർ എന്നയാൾ ഒരു നീളൻ കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പ് ഗീവർഗീസ് മാർ കൂർലോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയാണ്. ഒരു നേരിട്ടുള്ള മറുപടി എന്ന് വേണമെങ്കിൽ പറയാം.